അങ്ങനെ മസ്കറ്റ് നൈറ്റിലെ പാർട്ട് 2 വീഡിയോ ആണ്. ഒരു സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അവിടെ ചെന്നപ്പം ഫുള്ള് വെറൈറ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റിലത്തെ സെക്ഷൻ പോലെയല്ല, അവിടെ ഫുൾ ആർട്ടിഫിഷ്യലായിരുന്നു, അടിപൊളിയായിരുന്നു. അവിടെ ബലൂൺസിൻ്റെ കളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഈ ഒരു ബലൂൺസാണ് അടിപൊളിയായിരുന്നു. എന്നെയും കാട്ടി വലിപ്പത്തിനുള്ള ബലൂൺസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റികളുണ്ടായിരുന്നു, കാരണം നമുക്കിനകത്തൊന്നും തൊടാൻ അവർ സമ്മതിക്കില്ല. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം, തൊടാൻ അവർ സമ്മതിക്കില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ലൈറ്റുകളെല്ലാം അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഉള്ള ബലൂൺസൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഓരോ സെക്ഷനിൽ പോകുമ്പോഴും പലതരത്തിലുള്ള ലൈറ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോയെന്ന് വെച്ചാൽ അവിടെയും ബലൂണായിരുന്നു, പക്ഷേ ഇവിടെ വെറൈറ്റി എന്ന് വെച്ചാൽ കാർട്ടൂൺസുകളായിരുന്നു. നമ്മുടെ ഈ കാർട്ടൂൺ ക്യാരക്ടറിൽ ആ ഒരു ബലൂണുകളായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയേക്കുമായിരുന്നു. അതും അടിപൊളിയായിരുന്നു. അവിടെ നിന്നും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാ കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഉണ്ട് കേട്ടോ. കുറേ പേരൊന്നും അറിയില്ല, എങ്കിലും അടിപൊളിയായിരുന്നു. അത് കാണാൻ തന്നെ ഒരു സൂപ്പറായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇത് അടിപൊളിയായിട്ടോ, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ സെക്ഷൻ ഫുഡാണല്ലോ. ഇത് ഒമാനികളെ സ്പെഷ്യലായിട്ടുള്ള ഹൽവ ഉണ്ടാക്കണം, ഒമാനി ഹൽവ. അങ്ങനെ അത് ഞങ്ങൾ കുറച്ച് മേടിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഗ്ലോബൽ വില്ലേജിലേക്കാണ് കേട്ടോ. ഇവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇനി പോവാത്ത രാജ്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ പോയത് ശ്രീലങ്കയിലാട്ടോ. ശ്രീലങ്കയിൽ പോയില്ലെന്ന് പറയില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്നപ്പം അവർക്കുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ വിൽക്കുമായിരുന്നു. അത് നല്ല രസമായിരുന്നു കാണാൻ. കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അത് കാണാൻ. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തായിട്ടാണ് കയറിയത്. ഇവിടുത്തെ കുറേ ഫുഡ് ഐറ്റംസുകളും അവർക്കുള്ള ഫേമസ് ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സുകളായാലും കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ ബഹറിൽ കയറി. പക്ഷേ ബഹറിൻ്റെ അകത്ത് കയറിയില്ല, പുറത്ത് നിന്നേ ഞങ്ങൾ നോക്കിയോളൂ കേട്ടോ. പിന്നെ നേരെ അൾജേരിയയിലോട്ടാണ് പോയത്. അതിൻ്റെ അകത്ത് കയറിയായിരുന്നു കേട്ടോ. അവിടെ അവർക്കുള്ള ഏറ്റവും സ്പെഷ്യൽ ഐറ്റം അവർക്കുള്ള ഡ്രസ്സുകളാണ്. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ ഫുള്ളായിട്ടൊന്നും കയറില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊന്ന് ഇറങ്ങി. അത് നല്ല ഭംഗിയായിരുന്നു. അവർക്കുള്ള മെയിനായിട്ടുള്ളത് ഡ്രസ്സുകളായിരുന്നു. പിന്നെ നമ്മൾ നേരെ പാകിസ്ഥാനിലേക്ക്, നമ്മുടെ ശത്രു പാകിസ്ഥാനാണെങ്കിലും നമ്മൾ പാകിസ്ഥാനിൽ ഇനി പോയില്ലെന്ന് പറയത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ പാകിസ്ഥാനിലേക്ക് കയറി. അവിടെയും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടതേ ഉള്ളൂ, അല്ല അകത്തോട്ടൊന്നും കയറില്ല. അവർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഇത് ഏതാണെന്ന് എനിക്കറിയില്ല, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പക്ഷേ അകത്തോട്ട് കയറി കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പക്ഷേ ഏത് രാജ്യം എന്നറിയത്തില്ല, കുറേ രാജ്യങ്ങളുണ്ടായിരുന്നു. എല്ലായിടത്തും ഒന്നും കയറാനുള്ളൊരു ടൈമില്ലായിരുന്നു, കാരണം ഇനിയും കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറ്റാവുന്ന സ്ഥലത്തുകളൊക്കെ കയറി ഇറങ്ങി. അത് നല്ല രസമായിരുന്നു. ഇവിടെയും കുറേ അവർക്കുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് പാലസ്തീനിലേക്കാണ്. അവിടെയും വെറൈറ്റി ആയിട്ടുള്ള അവർക്കുള്ള ഫുഡ് ഐറ്റംസുകളായാലും ഡ്രസ്സുകളായാലും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല രസമായിരുന്നു. അപ്പോൾ മൂന്നാമതൊരു പാർട്ടുണ്ട്, അത് ഞാൻ നെക്സ്റ്റ്